ഡ്രിങ്ക്സ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ, എന്തും. സോ ഇതാണ് സ്ഥലം. നമ്മളല്ലേ ട്രൈപോഡ് വെള്ളത്തിൽ വീണ്. അസ്സലാമുഅലൈക്കും, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മഫുഷിയിലാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ നമ്മൾ 2 days സ്റ്റേ വന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമ്മൾ വാട്ടർ വില്ലയിലൊക്കെ പോകുന്നത്. അപ്പം മാഷാ അല്ലാ, അപ്പം എൻ്റെ ഡ്രീം പ്ലേസ് ഉണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ പിക്കിൽ മാത്രം കണ്ടിട്ടുള്ള സാധനം നേരിട്ട് കാണാൻ പോവാണ്. ഇങ്ങനെ കടലിനുള്ളിലായിട്ട് ഇങ്ങനെ കുറേ ഹട്ട് മാതിരിയൊക്കെ ഉള്ള. എന്തായാലും നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ പേര് അദാരാനാണ് കേട്ടോ. അപ്പോൾ റെണ്ണഹാലി അതാണ്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ റെണ്ണാലി അതെന്നാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ മാലിയിലേക്ക് പോയിട്ട് മാലിയിൽ നമ്മൾ ഫെറിയിൽ കയറിയിട്ട് നേരെ റെണ്ണാലിയിലേക്ക്. ഫൈനലി നമ്മളിതാ അദാരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എത്തിയത്. മാലിയിൽ നിന്നും ഒരു 1 hour ഒരു ട്രാവൽ ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു ദൂരമാണ് വരുന്നത് കേട്ടോ. അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 3 മണിയായിട്ട് ഫുഡൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പട്ടിണിയാവോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നേരെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടുത്തെ മെനു എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക, അത്രക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ എടുത്ത് കുറേ ആയി പോയി എടുത്തതൊരു ഡൗട്ട് ഡേ. കാരണം രാവിലെ ഒന്നും കഴിക്കാത്തതിനെ കൊണ്ട് കണ്ടതൊക്കെ വാരിയെടുത്തിരുന്നു. പിന്നെയാണ് മനസ്സിലായതൊക്കെ വെറുതെ എന്ന്. അപ്പം നമ്മൾ ഇന്നലത്തെ മഫുഷിയിലെ റൂം ചെക്കൗട്ട് ചെയ്ത് നേരെ വാട്ടർ വില്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കൗട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, വെറുതെ ലെങ്ത് ആക്കേണ്ട വിചാരിച്ചാന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മളിപ്പം വാട്ടർ വില്ലയിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഫുഡൊക്കെ ഇവിടുന്ന് കഴിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് ഐലാൻഡാണ് കേട്ടോ. വളരെ ചെറിയ ഐലാൻഡ് പറഞ്ഞാൽ വളരെ ചെറുത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒന്ന് തിരിഞ്ഞ് കളിച്ചാൽ കാണുന്ന സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അതിലൊരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ എത്രയാണ് റൂം നമ്പർ? 415. അത് തിരഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. സോ ഇതാണ് സ്ഥലം. ഇതിലേക്കാണ് കാര്യമായിട്ട് മാൽദീവ്സിലേക്ക് നമ്മൾ വന്നത് കേട്ടോ. അപ്പം ഒരു നൈറ്റും 2 days ആണ് കേട്ടോ നമ്മളിവിടെ വരുന്നത്. അപ്പം മാഷാ അല്ലാഹ്, ഇതാ നമ്മളെ റൂം ഇവിടെയാണ് വരുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുക കടലിനുള്ളിലാണ് കേട്ടോ. മാഷാ അല്ലാഹ്, എന്ത് സുഖം. അപ്പോൾ ഇതാ നമ്മളെ റൂം ഇതാണ് കേട്ടോ. അവൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി എന്തായാലും ഇനി നോക്കട്ടെ. അപ്പോൾ ദാ ഈ സാധനം കണ്ടോ, ഇത് നമ്മളെ റൂമിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ നേരെ താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് കടൽ കാണാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് മീൻ പോകുന്നതൊക്കെ നല്ല വൃത്തിക്ക് കാണാം കേട്ടോ. എന്തായാലും നല്ല കുറേ സ്പേസ് ഉള്ള സ്ഥലം തന്നെയാണ്. ഈ റൂം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്രീ ആണ്. പിന്നെ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ച് പുറത്തേക്ക് വന്നു. നല്ല അടിപൊളി സീയും പിന്നെ ആ സ്കൈയൊക്കെ ആയിട്ട് അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. നമ്മൾ വാട്ടർ വില്ലൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതേനു. നമ്മളല്ലേ ട്രൈപോഡ് വെള്ളത്തിൽ വീണ് താഴെ കണ്ടോ. അതിൻ്റെ ട്രൈപോഡാണ് വെള്ളത്തിലുള്ളത്. എങ്ങനെയെങ്കിലും കിട്ടണം ഗൈസ്. ആകെ ലോക്കായി നിൽക്കുക. ഫോട്ടോസൊക്കെ അതിൻ്റെ കൂടെയാണ് എടുത്തത്. പക്ഷേ ഒക്കെ പോയി, ഒക്കെ വെള്ളത്തിലായി. ഞാൻ പറഞ്ഞില്ല ട്രൈപോഡ് താഴെ വീണെന്ന്. അതെടുക്കാൻ വേണ്ടിയിട്ടതാ വരുന്നും കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല ആയുണ്ടോ? ആയല്ലോ, ശ്രദ്ധിച്ചു വന്നോ. ഒരു 700 റുപ്യക്ക് വേണ്ടിയിട്ടേ റിസ്ക് ഇത്ര എടുക്കണ്ട. പിന്നെ എനിക്കതന്നെ ഈ ആവശ്യമുള്ളതിനെ കൊണ്ടാണ്. അതുമല്ല ഇനി നാളെ ഇല്ല നമുക്ക്. തണുപ്പുണ്ടോ? ഇതാ ഇവിടെ ഉള്ളത്. ഇന്നലെ ഇറങ്ങിയ പോലത്തെ പൊട്ടുന്ന ഫോട്ടോ എടുത്തന്നെ. അവിടുന്ന്
ഇവിടെ ഓ ആയില്ലാത്ത മോനെ എന്തോ ബാക്കി ആലോചിച്ചോ നമ്മള് വീഡിയോ എടുക്കുമ്പോ ആണ് വെക്കുന്നതെങ്കിൽ അതെന്താ വെള്ളം വരുന്ന അതിനുള്ളൂന്നോ ഒന്നും കൂടെ വെള്ളത്തിൽ നിന്ന് എടുക്ക് കിട്ടി ഇതൊക്കെയാണ് ഇവിടുത്തെ വാട്ടർ വില്ലാസ്. അപ്പം ഇതിൽ നമ്മൾ റൂം വരുന്നത് 1 2 3 4 5 6 7 8ാമത്തതാണ്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഈ ഫോട്ടോസും വീഡിയോസിനെ കുറച്ചും കൂടെ ഒക്കെ എടുക്കണം. ഈ ടൈം ഉണ്ടോ ഉള്ളത് അറിയില്ല. ഇതാണ് റൂമിൻ്റെ പുറത്തു കൂടെ പോയാലുള്ള വഴി. നേരത്തെ ഇവിടെ ഷാർക്കൊക്കെ വന്നിരുന്നു. പക്ഷേ വരുന്ന ഷാർക്കൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, വലിയ ഷാർക്ക്. സോ ഇതാണെങ്കിൽ ഇപ്പോൾ രാത്രി വേണം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും കുറച്ച് ഫോട്ടോസും കൂടെ എടുത്ത് വരട്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല റൂമിൻ്റെ അടുത്തായിട്ട് ഷാർക്ക് വരുന്നുണ്ടെന്ന്. ഇതാ ഇവിടെ 2 വലിയ ഷാർക്കാണ്. ഒരു ഷാർക്കിനെ അവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ഷാർക്ക് വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഷാർക്ക് ഇങ്ങനെ പോയിങ്ങോണ്ട് നിൽക്കാൻ നല്ല സൈസ് ഉണ്ട് കേട്ടോ. എനിക്ക് നിൻ്റെ അത്ര വലുപ്പമുണ്ടാവും. ആളിങ്ങനെ പോയിങ്ങോണ്ട് നിൽക്കാനാണ്. മറ്റേ ഷാർക്കിന് ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ട്. ആ ഷാർക്ക് കുറച്ച് ഇങ്ങനെ നീന്തും, പോയി കുറച്ച് കിടക്കും. റെസ്റ്റ് എടുക്കാം നമ്മളിൻ്റെ അതിൽ തന്നെ. അപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ടെങ്കിലുള്ള ഈ ഹട്ടിൻ്റെ വ്യൂ വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് രാത്രി ആയതിനു ശേഷം. പിന്നാണെങ്കിൽ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടുത്തെ ഒരു ബാർ ഉണ്ട് കേട്ടോ, അവിടേക്കാണ് പോയത്. ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. നമ്മൾ എന്ത് ചൂസ് ചെയ്താലും അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നാണെങ്കിൽ ഇവിടുത്തെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഐലൻഡ് പ്രത്യേക ഒരു ഭംഗി കേട്ടോ. കാരണം കുറച്ച് ആൾക്കാർ മാത്രം, നമ്മൾ മാത്രം, അതിനെക്കൊണ്ട് വേറെ തന്നെ ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടേക്ക് ആയിരിക്കുമല്ലോ പോവല്ലേ. പിന്നാണെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ പ്രൈവറ്റ് ഐലാൻഡിൽ മാത്രമേ ഈ ഡ്രിങ്ക്സൊക്കെ കിട്ടുള്ളൂ, ഈ ആൽക്കഹോളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ബാക്കി ഒരു സ്ഥലത്തും കിട്ടില്ല. കാരണം മാൽദീവ്സിൽ ആൽക്കഹോൾ അലൗഡ് അല്ല, അതാണ് സംഭവം. അങ്ങനെ രാവിലായി. നമ്മൾ 2 ഡേയും 1 നൈറ്റും ആണ് കേട്ടോ ഇവിടെ ഉള്ളത്, 2 നാളിലുള്ളത്. അപ്പം ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തെടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ലായിരുന്നു. ഇതാണ് നമ്മളുടെ റൂമിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. അതാ അപ്പുറത്തേക്ക് ഫുള്ള് കടലാണ്. നല്ല ആഴമുണ്ട്. ഇന്നലെ അത്ര ആഴല്ലേനു, പക്ഷെ ഇന്ന് നല്ല ആഴം വരുന്നുണ്ട്. നമസ്കാരൻ്റെ കയത്തിൻ്റെ അവിടെ വരെ ആഴമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയിട്ടില്ല വെള്ളത്തിലേക്ക്. എനിക്ക് നല്ല പേടിയായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നോർക്കലിംഗ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതിനെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു ഐലാൻഡ് മൊത്തം ഇങ്ങനെ കറങ്ങി കാണാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഈ സ്ഥലം എന്നൊക്കെ പറയുന്നതില്ല, എന്താ പറയുക, ഒരു ഹെവനായിട്ട് വരെ തോന്നുന്നു. കാരണം അത്രക്കും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണെങ്കിൽ പോകാനും തോന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് പോകാനും ടൈമായി ചെയ്ത് ഇന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിലായിട്ട് 2 റൂമാണ് കേട്ടോ വരുന്നത്. ഒരു ഹട്ടിൻ്റെ ഉള്ളിൽ 2 റൂമാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി പുറത്തു കൂടെ ഒന്നിങ്ങനെ വെള്ളം നടന്ന് കളിക്കുകയാണ് കേട്ടോ, എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പം അതാണ് കേട്ടോ ബാറ് പറഞ്ഞത്, നമുക്ക് എന്ത് വേണമെങ്കിലും ഫ്രീ ആണ്. എന്ത് വേണമെങ്കിലും ഫ്രീ ആണ്. അപ്പം ഇവിടെയൊക്കെ വരാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. അങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്ത് തിരിച്ച് പോവാണ് കേട്ടോ. ഈ സ്ഥലത്തൊന്നും തിരിച്ചു പോകാനേ തോന്നുന്നില്ല. കാരണം അത്രക്കും അടിപൊളി സ്ഥലം. എനിക്ക് പോകാനുള്ള ഒരു മൂഡേ ഇല്ല. എല്ലാവരും ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മളെ ലഗേജൊക്കെ ഒന്ന് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് റന്നാലിനോടും ഇവിടുന്ന് ബായ് പറയാം കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമുക്കിങ്ങനെ ബായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഉൽഹുമാല പറഞ്ഞൊരു സിറ്റി ഉണ്ട്. അതായത് മൽദീവ്സ് തന്നെ ഉള്ളതാണ് ഉൽഹുമാല. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 2 ഡേയ്സ് നമ്മൾ നിൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നേരെ നമ്മൾ മാലിയിലോട്ട് പോയിട്ട് മാലിയിൽ നിന്നും ടാക്സി വിളിച്ചിട്ട് വേണം ഉൽഹുമാലയ്ക്ക് പോകാൻ. അവിടെയാണ് റൂം വരുന്നത്. അപ്പം ബാക്കി എന്തായാലും അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ.
അപ്പോൾ ദാ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കാം കേട്ടോ. അപ്പോൾ ഉൽഹുമാലത്തെ വീഡിയോസുമായിട്ട് അടുത്തതായി വരാം. അപ്പം അതുവരെ ബൈ.